ഓം നമഃശിവായ. തലപ്പിള്ള നീരും കൽപ്പകത്തൈലവും നീലക്കുറിഞ്ഞിയും വെച്ച് തന്ന് 6 കരിക്കും 100 വെറ്റലയും 5 പന്തവും കരിങ്കിടായും കാട്ടുതേനും വെള്ളരിപ്പൂവും വെള്ളാട്ട് ഭസ്മവും അടിമ കെട്ടി വട്ടകച്ചാണകത്തറയിലെ കരിനിറമേറും ധനുമരത്തിൽ കുടിയിരിക്കയൻ കരിങ്കുട്ടിച്ചാത്തനാരേ. ഓം ക്രീം. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ മാസവും പൗർണമി ദിവസത്തിൽ നടത്തുന്ന ഐശ്വര്യപൂജയിൽ പങ്കുകൊള്ളാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വേണ്ടി മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ജ്യോതിഷം അനുസരിച്ച് എല്ലാ ഗ്രഹങ്ങളും ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം രാശി മാറുന്നുണ്ട്. ഗ്രഹങ്ങളുടെ അധിപനായ ചൊവ്വ ഇപ്പോൾ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ ഫെബ്രുവരി മാസം 5-ാം തീയതി ചൊവ്വ മകരം രാശിയിൽ സംക്രമിച്ചിരിക്കുകയാണ്. ഈ മാർച്ച് മാസം 15-ാം തീയതി വരെ ചൊവ്വ ഈ രാശിയിൽ തന്നെ തുടരും. സൂര്യനും ബുധനും ഇതിനകം തന്നെ മകരത്തിൽ നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദിത്യമംഗള രാജയോഗം ഈ ഫെബ്രുവരി മാസത്തിൽ രൂപപ്പെടും. ജ്യോതിഷത്തിൽ ചൊവ്വയെ ഊർജം, ശക്തി, ധൈര്യം, ധീരത, ഭൂമി എന്നിവയുടെ ഘടകമായി കണക്കാക്കുന്നു. ചൊവ്വയുടെ രാശിമാറ്റം ചില രാശിക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും. അതേസമയം ചിലരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കും. ചൊവ്വയുടെ ഈ സംക്രമണം വളരെ പ്രധാനപ്പെട്ടതായി തന്നെ കണക്കാക്കപ്പെടുന്നു. കാരണം ചൊവ്വയെ അഭിലാഷത്തിൻ്റെ ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. ചൊവ്വ മകരം രാശിയിലേക്ക് മാറിയതിനാൽ ചൊവ്വയും സൂര്യനും കൂടി ചേർന്ന് ആദിത്യമംഗള രാജയോഗത്തിലൂടെ ചില രാശിക്കാർക്ക് എല്ലാ മേഖലകളിലും വിജയം കൊണ്ടുവരും. ആ ഭാഗ്യരാശിക്കാർ ആരൊക്കെയാണെന്നറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം വരെയുള്ള മേടക്കൂറിൽ ജനിച്ചവരുടെ 10-ാം ഭാവത്തിലാണ് ചൊവ്വ സംക്രമിച്ചിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ മേടം രാശിക്കാർക്ക് വിവിധ മേഖലകളിൽ നിന്നും പ്രശസ്തി ലഭിക്കും. വരുമാന വർധനയ്ക്കൊപ്പം പുതിയ വസ്തു, വാഹനം എന്നിവ വാങ്ങാൻ ഇവർക്ക് അവസരമുണ്ടാകും. നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും. ഇതോടൊപ്പം നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതവും വളരെ മികച്ചതായിരിക്കും. നിങ്ങളുടെ കരിയറിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ അവസാനിച്ചേക്കും. ഇതോടെ നിങ്ങൾക്ക് പുരോഗതിയുടെ പുതിയ ഒരു പാത തുറക്കും. നിങ്ങൾക്ക് നിരവധി ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനാകും. കർമ്മമേഖലയിൽ നേതൃത്വം ഏറ്റെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തമാകും. നിങ്ങളുടെ വ്യക്തിജീവിതവും നല്ലതായിരിക്കും. എന്നാൽ ഈ രാശിയിലുള്ളവർ ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം. എവിടെ നിന്നെങ്കിലും നിങ്ങളുടെ കൈകളിൽ ധാരാളം പണം വരികയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ ശക്തമാവുകയും ചെയ്യും. ഗവേഷണ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് നല്ല വിജയം ലഭിക്കും. ഈ കാലയളവിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും. കൂടാതെ പുതിയ ജോലികൾ ആരംഭിക്കാൻ ഇത് നല്ല സമയമാണ്. ഈ സമയം ജോലിക്കാർക്ക് വളരെയധികം അനുകൂലമായിരിക്കും. നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ വളരെ സന്തുഷ്ടരായിരിക്കും. കൂടാതെ ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ കൂടി ലഭിച്ചേക്കാം. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം വരെയുള്ള കർക്കിടക കൂറിൽ ജനിച്ചവർക്ക് ചൊവ്വയുടെ സംക്രമണ ഫലങ്ങൾ വളരെയധികം നല്ലതായിരിക്കും. കർക്കിടകം രാശിക്കാർക്ക് പങ്കാളിത്തത്തോടെ ബിസിനസ് ചെയ്യാൻ പദ്ധതിയിടാൻ കഴിയും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകേണ്ടി വന്നേക്കാം. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഉത്തമമായിരിക്കും. നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും ഒരു പ്രത്യേക സമ്മാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തമായി നിലനിൽക്കും. ജോലിസ്ഥലത്ത് നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം. ഈ കാലയളവിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നേക്കാം. തൊഴിൽ സ്ഥലത്ത് നിങ്ങൾക്ക് ചില പ്രധാന ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചേക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർക്ക് ഈ സമയം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും. ചില കാര്യങ്ങളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കാത്തതിനാൽ നിങ്ങൾ നിരാശരായേക്കാം. ക്ഷമയോടെ നിങ്ങളുടെ കഠിനാധ്വാനം തുടരുക. ശരിയായ സമയം വരുമ്പോൾ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ നല്ല ഫലം തന്നെ ലഭിക്കും. കുടുംബജീവിതത്തിലെ സാഹചര്യങ്ങൾ സാധാരണമായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ വളരെ വിവേകത്തോടെ പ്രവർത്തിക്കും. വർദ്ധിച്ച മാനസിക സമ്മർദ്ദം കാരണം നിങ്ങളുടെ ആരോഗ്യം മോശമായേക്കാം. ജോലിയിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാവും. കുടുംബത്തിൽ പുതിയ അതിഥികൾ വന്നേക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ടെൻഡറിനും മറ്റും അപേക്ഷിക്കാനുണ്ടെങ്കിൽ ഈ സമയം വളരെ അനുകൂലമായിരിക്കും. അതുപോലെ ഈ സമയത്ത് പരീക്ഷയിൽ മികച്ച മാർക്ക് നേടാൻ വിദ്യാർത്ഥികൾ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും.
ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള തുലാക്കൂറിൽ ജനിച്ചവരുടെ 4ാമത്തെ ഭാവത്തിലാണ് ചൊവ്വ സംക്രമിച്ചത്. ആയതിനാൽ തുലാം രാശിക്കാർക്ക് ഈ സമയം ചില പ്രത്യേക നേട്ടങ്ങൾ ലഭിക്കും. ഗ്രഹനില പ്രകാരം 4ാം ഭാവത്തിനെ മാതാവ്, വാഹനം, സ്വത്ത് മുതലായവയുടെ കാരകമായാണ് കണക്കാക്കുന്നത്. ഈ സമയത്ത് തുലാം രാശിക്കാരുടെ തൊഴിൽപരമായ ജീവിതം മികച്ചതായിരിക്കും. കഠിനാധ്വാനത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഈ സമയത്ത് കർമ്മമേഖലയിൽ നിങ്ങൾക്ക് പുരോഗതിയോടൊപ്പം പ്രമോഷനും ലഭിക്കും. സാമ്പത്തിക സ്ഥിതിയിൽ നേട്ടങ്ങൾ ലഭിക്കാനുള്ള പൂർണ്ണ സാധ്യതകളുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്കും ഈ സമയത്ത് സുവർണ അവസരങ്ങൾ ലഭിച്ചേക്കാം. ധാരാളം പണം സമ്പാദിക്കുന്നതിൽ നിങ്ങൾക്ക് വിജയിക്കാനാകും. ബന്ധങ്ങളുടെ കാര്യത്തിൽ അല്പം ജാഗ്രത പുലർത്തേണ്ടി വന്നേക്കാം. ബിസിനസ്സുകാർക്ക് ഈ സമയം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ബിസിനസ്സിൽ ധാരാളം ലാഭസാധ്യതകൾ ഉടലെടുക്കും. ഈ അവസരങ്ങൾ മുതലാക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചാൽ നിങ്ങളുടെ ബിസിനസ് വലിയ രീതിയിൽ വളരും. ജോലി ചെയ്യുന്നവർക്ക് ഇത് മാറ്റത്തിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചേക്കാം. നിങ്ങൾ തൊഴിലില്ലാത്തവരും നല്ല ജോലി അന്വേഷിക്കുന്നവരുമാണെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ശരിയായ ഫലം നിങ്ങൾക്ക് ലഭിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും. കുടുംബാംഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വളരെ വൈകാരികമായ ഒരു പിന്തുണ ലഭിക്കും. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി ഭിന്നതയുണ്ടെങ്കിൽ ഈ സമയത്ത് എല്ലാം ശാന്തമാകും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പെരുമാറ്റത്തിൽ മൃദുത്വമുണ്ടായിരിക്കും. നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുമെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കാൻ നിങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ചെലവുകൾ നിയന്ത്രിക്കേണ്ടതാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട വരെയുള്ള വൃശ്ചികക്കൂറിൽ ജനിച്ചവരുടെ 3ാം ഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ വൃശ്ചികം രാശിക്കാർക്ക് ജോലിയിലും ബിസിനസ്സിലും പുരോഗതിക്കൊപ്പം ധാരാളം സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും. മുതിർന്നവരുടെ സഹായത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം നേടാനാവും. ജോലിയുമായി ബന്ധപ്പെട്ട് ചെറിയ യാത്രകൾ നടത്തേണ്ടി വന്നേക്കാം. ഈ യാത്രകൾ നിങ്ങളുടെ കരിയറിന് വളരെയധികം ഗുണം ചെയ്യും. നിങ്ങൾക്ക് പുതിയ ചില വരുമാന മാർഗങ്ങൾ കൂടി തുറക്കും. നിങ്ങളുടെ സമ്പത്തിൽ ഗണ്യമായ വർധനവുണ്ടാകും. നിങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങളും ലഭ്യമായേക്കാം. നിങ്ങളുടെ ആരോഗ്യം നല്ലതായിരിക്കും. ഈ കാലയളവിൽ നിങ്ങളുടെ എതിരാളികൾ സജീവമായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പുതിയതും മനോഹരവുമായ ഒരു വഴിത്തിരിവ് വന്നേക്കാം. പണത്തിൻ്റെ കാര്യത്തിൽ ഈ സമയത്ത് നിങ്ങൾക്ക് വളരെ നല്ല സൂചനകൾ ലഭിക്കും. കുറഞ്ഞ പരിശ്രമത്തിൽ തന്നെ നിങ്ങൾക്ക് ധാരാളം പണം സമ്പാദിക്കാനാകും. ഈ സമയത്ത് ഏതെങ്കിലും വായ്പയോ കടമോ തിരിച്ചടയ്ക്കുന്നതിലും നിങ്ങൾ വിജയിക്കും. കുടുംബാംഗങ്ങളുടെ ആരോഗ്യനില പെട്ടെന്ന് വഷളായേക്കാം. ബിസിനസ്സുകാർക്ക് ഈ സമയത്ത് കാര്യങ്ങൾ അല്പം മന്ദഗതിയിലായിരിക്കും മുന്നോട്ട് നീങ്ങുന്നത്. നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലികളിൽ ചിലത് തടസ്സപ്പെട്ടേക്കാം. അത് കാരണം നിങ്ങൾക്ക് ചെറിയ ധനനഷ്ടത്തിനും സാധ്യതയുണ്ട്. തൊഴിൽ ചെയ്യുന്നവർക്ക് ചില പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതുപോലെ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കാത്തതിനാൽ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയാനും സാധ്യതയുണ്ട്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.